തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സമഗ്രാധിപത്യം. 6 കോർപ്പറേഷനുകളിൽ 4 നേടിയ UDF. ഗ്രാമപഞ്ചായത്തിൽ 500 കടന്നു. മുനിസിപ്പാലിറ്റികളിലും വൻ മുന്നേറ്റമാണ്. പരമ്പരാഗത കോട്ടകളിലടക്കം തോറ്റ LDFന് കനത്ത ആഘാതമായി തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. 3ാം തുടർ ഭരണത്തിലേക്കുള്ള സെമി ഫൈനൽ എന്ന് വിലയിരുത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞു. മിന്നും വിജയം കരസ്ഥമാക്കി LDFന് UDFന്റെ ചെക്ക്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിച്ചടക്കിയ BJP കരുത്തുകാട്ടുകയും ചെയ്തു. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. കോൺഗ്രസും BJPയും ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളുണ്ടല്ലോ, മാക്രോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അപ്പോൾ അത് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുക? അത് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 ഡിസംബർ മാസം 16-ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ ആ മുന്നണിക്ക് അനുകൂലമായി തന്നെ തദ്ദേശ ഭരണത്തിലേക്ക് 5 തലത്തിലേക്കും ആ മുന്നണി വിജയിക്കുന്ന ചരിത്രം. ഞങ്ങൾ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചത് ഇതിലും കൂടുതൽ നുണപ്രചരണവും വ്യാജ വാർത്തകളും ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, പലരും റിബലാണ്, അതാണ് ഇതാണെന്ന്. അങ്ങ് അറിഞ്ഞോ, ചൂരൽമല മുണ്ടക്കൈയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാവ് നസീർ ആലങ്കൽ അടക്കം 30 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ന് CPM ചേർന്നു. CPMന്റെ ഏരിയ സെക്രട്ടറി മാലയിട്ട് സ്വീകരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ ചെന്നപ്പോ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിരിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ തറക്കല്ല് വരെ ഇളകിപ്പോയി, കാലുകുത്തുന്ന മണ്ണ് വരെ ഇളകിപ്പോയി. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തോടെ എല്ലാവരും യോജിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇന്നോളം കാണാത്ത അത്ര വലിയ UDF തരംഗമാണ് ആഞ്ഞു വീശിയത്. ഇന്നേ വരെ ഇളകാതെ നിന്ന ചെങ്കോട്ടകൾ പലതും ഇളകി തകർന്നു വീണു. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ, ഓണത്തിന് ട്രഷറി പൂട്ടും, സപ്ലൈകോ തുറക്കില്ല, ഒറ്റ സാധന സാമഗ്രി ഉണ്ടാവില്ല, അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചതല്ലേ നിങ്ങൾ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ പറവൂര് പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഈ സപ്ലൈകോ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ലാന്ന്. പെൻഷൻ കമ്പനികളുടെ മേൽ വ്യത്യസ്ത നിബന്ധനകൾ കൊണ്ടുവന്ന പെൻഷൻ തകർത്തിൽ 8 മാസം കുടിശ്ശിക വരുത്തിയില്ലേ? ഇപ്പൊ പെൻഷൻ കുടിശ്ശികയുള്ള ഒരു നാടാണോ നമ്മുടെ നാട്? അത് അടുത്ത മാസം ഇപ്പൊ ക്രിസ്മസിന്റെ വരെ നമ്മൾ കൊടുക്കുകയല്ലേ? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. അപ്പൊ ഓരോ മേഖല എടുത്ത് പരിശോധിക്കും. കടത്തിന്റെ കാര്യത്തിലായാലും ഒന്നറിയോ, ഒറ്റ കാര്യം അല്ല, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. 2025 ജനുവരി മുതൽ ജൂൺ വരെ 6 മാസം കൊണ്ട് ഈ കേരളത്തിൽ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്ന് 6 മാസം കൊണ്ട് ഈ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കേരളത്തിലെ ജനസംഖ്യയുടെ 1/3 ആണോ? 1,23,00,000. അതായത് കേരളം മാറുകയാണ്. ഇവിടെ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരൊക്കെ തിരുത്തി പറയാണ്. വേൾഡ് ട്രേഡ് സെന്റർ പോലും നിക്ഷേപം ഇറക്കാൻ ഈ കേരളത്തിലേക്ക് വരികയാണ്. മൊത്തം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. അങ്ങനെ മാറുന്ന ഒരു നാട് ലോകത്ത് എവിടെയാ ഉള്ളത്? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. നിയമന നിരോധനം ഒരിക്കലും ഇല്ലാത്ത, അഴിമതി ഇല്ലാത്ത 10 വർഷം, പവർ കട്ട് ഇല്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത 10 വർഷം, ട്രഷറി മുടങ്ങാത്ത 10 വർഷം, അതുപോലെ പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷം, വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത 10 വർഷം, അതുപോലെ സ്കൂൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പൊതുകലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം. എടുത്തു നോക്ക്. ഈ 10 വർഷത്തെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനിരുന്ന നാളെ പുലർച്ചെ ആയാലും ആ നേട്ടങ്ങളുടെ പട്ടിക തീരില്ല. ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും വാക്ക് പാലിക്കാത്തതുണ്ടോ? വീട്ടമ്മമാരുടെ പെൻഷനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ആക്ഷേപിച്ചു? നിങ്ങൾ കുറെ ആക്ഷേപിച്ചില്ലേ? 34.5 ലക്ഷം പേർക്ക് ആ വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൊണ്ട് ഇവിടെ വികസനത്തിനാണ് വോട്ട്, ക്ഷേമ പദ്ധതികൾക്കാണ് വോട്ട്, പശ്ചാത്തല സൗകര്യങ്ങൾക്കാണ് വോട്ട്, അതുപോലെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം അവിടെ ഹൃദയത്തോട് ചേർന്ന് അവരെ സംരക്ഷിക്കുന്ന മുന്നണിക്കാണ് വോട്ട്. അതുകൊണ്ട് ചരിത്രം 3ാമത്തെ തവണയും ആവർത്തിക്കും. ഇത്തവണ ചരിത്രം ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല. ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു UDF. ഇടതു കോട്ടകൾ പോലും UDFന്റെ ശക്തി തിരിച്ചറിഞ്ഞു.
2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, ഇത് 2025 വീണ്ടും ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ച് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. ഇത് ഞാനല്ല, മോർഫിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മൊത്തം പത്രം വായിക്കാത്ത, റേഡിയോ കേൾക്കാത്ത, TV കാണാത്ത CPM കോമ്രേഡുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ക്ലാസ്സായത്. ശരി, കാരണം അവർക്ക് കഥ അറിയത്തില്ലല്ലോ. പൊട്ടനാട്ടം കാണുന്ന പോലെ ഇത്തരം സഹാക്കൾ പോയിരുന്ന് പറയുന്ന കേട്ടോളൂ. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആഗ്രഹം, ഒരുപക്ഷെ മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ അത്ര ആത്മവിശ്വാസം വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ട്. സംസ്ഥാന ഗവൺമെന്റിൻ്റെതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാം ചരിത്രത്തിലില്ലാത്ത 10 വർഷക്കാലത്തെ കടുത്ത വികസനത്തിന്റെ ഉത്തുംഗതയിൽ എത്തിക്കാൻ അതിന്റെ ഒരു തുടർച്ച കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ളത് ജനങ്ങൾക്കാകെ ആവേശമുള്ള കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പിൽ അജണ്ടയാകാതിരിക്കാൻ പരിശ്രമിച്ചതാകെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മാത്രം അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല. ഏതൊരു കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട, പ്രകടന പത്രിക, അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരമേറ്റാൽ അപ്പോൾ തന്നെ നടപ്പാക്കാൻ പരിശ്രമിക്കുന്നൊരു ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. ആരോഗ്യമുള്ളൊരു ജനത, വിദ്യാഭ്യാസമുള്ളൊരു ജനത, ഈ ജനതയ്ക്ക് ഇന്നത്തെ കേരളത്തിൽ എന്തെല്ലാമാണ് കുറവുള്ളത്, ആ കുറവുകളെ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ 10 കൊല്ലക്കാലം നടത്തിയത്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ജോസ് വികസിപ്പിക്കുന്നുണ്ടല്ലോ. നല്ല റോഡുണ്ടാക്കി, പവർ കട്ടില്ലാത്ത കേരളമുണ്ടാക്കി, എല്ലാവർക്കും വീട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിദാരിദ്ര്യമില്ലാതെയാക്കി, നമ്മുടെ സർവകലാശാലകളെ മികച്ചതാക്കി, സ്കൂളുകളെയും ആശുപത്രികളെയും മികച്ചതാക്കി, ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇനി എന്ത് വേണം? നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാളി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് ലോകോത്തര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മൾ ശിശുമരണ നിരക്കിന്റെ കുറവിന്റെ കാര്യത്തിൽ. മാതൃമരണ നിരക്കിന്റെ കുറവിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ മുമ്പിലാണ് നമ്മൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്കൊപ്പമാണ് പല കാര്യത്തിലും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. മനുഷ്യ വിഭവശേഷിയുടെ, മനുഷ്യ വികാസത്തിന്റെ എല്ലാ മാനകങ്ങളിലും കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആണ്. അല്ല, ഈ CPM ഈ നവകേരളം എന്ന് പറയുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം CPM എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനത്തെ ഒരു വർത്താനോ? കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നടത്തിയ കൊടിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ട്. ഭരണവിരുദ്ധ വികാരം കേരളത്തിന്റെ ഒരു തലക്കൽ മുതൽ അങ്ങേ തലക്കൽ വരെ പ്രകടമായ തെരഞ്ഞെടുപ്പ് ഫലം എന്ന ഒറ്റ നോട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താം. ഉറക്കം വരുന്നു. ഒന്ന്, വിലക്കയറ്റം കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങളാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് നമുക്കറിയാം. ആകെ വിലയിടിഞ്ഞ ഒരേ ഒരു സാധനം ശ്രീ പിണറായി വിജയന്റെ മാത്രമാണ്. ബാക്കി എല്ലാ സാധനത്തിന്റെയും വില കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. സ്വപ്നം കാണുമ്പോ വലിയ സ്വപ്നം കണ്ടോളൂ. ശരിക്കും നല്ല വലിയ വലിയ സ്വപ്നം കണ്ടോ? നിങ്ങളുടെ ഈ കരിങ്കാലി, അതായത് സതീശൻ കഞ്ഞിക്കുഴിയുടെ ഈ ആദർശം ഉണ്ടല്ലോ, സതീശൻ കഞ്ഞിക്കുഴിയുടെ സംസ്കാരം, അത് ജനങ്ങൾ ആണിയടിക്കും. അവസാനത്തെ ആടി കാത്തിരുന്ന് കണ്ടോളൂ. ചുരുക്കം പറഞ്ഞ സോമനൂളയായി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.